പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അന്ന് സൺഡേ ആയതുകൊണ്ട് കുരിശുമിൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മോറിവ് കരിഞ്ഞു പോയിരുന്നതല്ലോ കൊച്ചേ, ശരിക്കും ഉണങ്ങുന്നത് വരെ തല നനക്കണ്ട. മിത്രയുടെ തലയിലെ വലിയ കെട്ടടിച്ച് മാറ്റി സ്റ്റിച്ചിൽ സൂക്ഷ്മമായി നോക്കി ഓയിൽമെന്റ് പുരട്ടി ഒരു ബാൻഡേജ് ഒട്ടിച്ച് കൊടുത്തുകൊണ്ട് ഐസക്ക് പറഞ്ഞു. ശരി അപ്പച്ചാ. മിത്ര അനുസരണയോടെ തലയാട്ടി കയ്യിലുള്ള ചീർപ്പ് ഐസക്കിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇപ്പം മുറിവ് വേദന ഉണ്ടോ കൊച്ചേ? ഇല്ല അപ്പച്ചാ, ഇടയ്ക്കൊരു കൊളുത്തി പിടിക്കും പോലെ തോന്നാറുണ്ട്. മുറിവ് ഒടുങ്ങാൻ തുടങ്ങുന്ന ലക്ഷണ. മിത്രയുടെ മുടി ചീകിക്കൊണ്ട് ഐസക്ക് പറഞ്ഞു. ആ വേദനിക്കുന്നു അപ്പച്ചാ. മിത്ര മുടിയിൽ പിടിച്ചുകൊണ്ട് ഐസക്കിനോട് പറഞ്ഞു. എങ്ങനെ വേദനിക്കാതിരിക്കും? ഒരാഴ്ച മുതലുള്ള കടുക് മുഴുവനുണ്ട് ഈ മുടിയിൽ. ഐസക്ക് പതിയെ മിത്രയുടെ മുടിയിലെ കടുക് കളഞ്ഞുകൊണ്ട് പറഞ്ഞതും മിത്ര ചിരിച്ചുകൊണ്ട് അടങ്ങിയിരുന്നു. അപ്പച്ചാ. എന്താടി കൊച്ചേ? അപ്പച്ചൻ എപ്പോഴെങ്കിലും അമ്മേച്ചിയെ കുറിച്ച് ഓർക്കാറുണ്ടോ? അവളെ മറന്നാലല്ലേ ഓർക്കാൻ പറ്റൂ കൊച്ചേ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്നും ഈ വീട്ടിൽ നിന്നും അവളുടെ ഓർമ്മകൾ ഇനിയും പോയിട്ടില്ല കൊച്ചേ. അപ്പോ രണ്ടുപേരും ട്രൂ ലവ് ആയിരുന്നല്ലേ? ആണോന്നോ? പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കാസ്റ്റ് രണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ പിരിയാൻ ശ്രമിച്ചതാ. പക്ഷേ അതിന് ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. പ്രണയം തലക്ക് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ അച്ഛൻ അവൾക്കൊരു ആലോചന കൊണ്ടുവരുന്നത്. അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവരത് ഉറപ്പിച്ചു. ഞാനില്ലെങ്കിൽ ചത്ത് കളിയെന്ന് പറഞ്ഞു. അന്നൊക്കെ ഭയങ്കര വാശിക്കാരിയായിരുന്നു. അതുപോലെ പാവവും നിന്നെപ്പോലെ. ചിരിയോടെ ചൂണ്ടുവിരൽ കൊണ്ട് മിത്രയുടെ തലയിൽ നോവാത്ത വിധം തട്ടിക്കൊണ്ട് ഐസക്ക് പറഞ്ഞു. ഞാനതിനിപ്പോ എന്തിനാ വാശി പിടിച്ചത്? മിത്ര തിരിച്ച് അപ്പച്ചനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. വാശിയില്ലാത്ത ഒരാള് പിന്നെ എന്തിനാ കൊച്ചേ വീട്ടുകാരായിട്ട് അടുക്കാത്തത്? അവരിവിടെ വന്ന് നിന്റെ കാല് വരെ പിടിക്കാൻ ഒരുങ്ങിയതല്ലേ. പക്ഷെ നീയല്ലേ ഇപ്പോഴും അമ്പിനും വില്ലിനും അടുക്കാതെ വാശി പിടിച്ച് നിൽക്കുന്നത്. ഓ അപ്പച്ചൻ ആ കാര്യം വിട്ട് ബാക്കി പറ. മിത്ര ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പറഞ്ഞു. എന്നിട്ടെന്താ, ഒടുക്കം ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ ഒരു ഹിന്ദു പെൺകുട്ടിയെ മകൻ കെട്ടിക്കൊന്നു വന്നത് എൻ്റെ അച്ഛനെ അംഗീകരിക്കാനായില്ല. ഇറക്കി വിട്ടു ഞങ്ങളെ. ഒടുവിൽ എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ സഹായത്തോടെ ആ നാട് വീട്ടിങ്ങോട്ട് വന്നു. ആദ്യം കുറച്ച് ദിവസം താമസിക്കാനും സ്ഥലം പോലും കിട്ടാതെ കുറേ അലഞ്ഞു. പിന്നെ ഒരു കൂട്ടുകാരൻ വഴി ഇവിടെ അടുത്തുള്ള മരമില്ലിൽ ജോലി കിട്ടി. ഒപ്പം താമസിക്കാൻ വാടകയ്ക്ക് വീട് റെഡിയാക്കി തന്നു. അങ്ങനെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോയി. 2 വർഷം കഴിഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കുന്നത്. അപ്പോഴേക്ക് ഈ വീടും പറമ്പും ഞങ്ങൾ വാങ്ങി. അവൾക്ക് പെൺകുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. കുഞ്ഞുകുട്ടിൻ്റെ വയറ്റിലുള്ളപ്പോൾ ഒരു പെൺകുഞ്ഞാകാൻ ഒത്തിരി നേർച്ചയും വഴിപാടൊക്കെ നടത്തി. പക്ഷെ ഫലം കണ്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഇരു വീട്ടുകാരും ഞങ്ങളെ തേടി വന്നില്ല. അവരുടെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് ഞങ്ങളും അവരെ അന്വേഷിച്ച് പോകില്ല. കുഞ്ഞുട്ടിന് 3 വയസ്സുള്ളപ്പോഴാണ് അവളൊന്ന് തലചുറ്റി വീണത്. കൂടാതെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറേ ടെസ്റ്റ് നടത്തി. അപ്പോഴാണ് അറിയുന്നത് ക്യാൻസറാണ് എന്ന്. പറയുന്നതോടൊപ്പം ഐസക്ക് മിത്രയുടെ മുടിയിലെ കെട്ടുകൾ തീർത്തു കൊടുത്തുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് സ്റ്റേജായിരുന്നു. ഡോക്ടേഴ്സൊക്കെ കൈയൊടിഞ്ഞു. എന്നാലും ഞങ്ങൾ പ്രതീക്ഷ കൈയൊഴിഞ്ഞില്ല. ഉള്ള സമ്പാദ്യങ്ങളും ഈ വീടും പറമ്പെല്ലാം പണയപ്പെടുത്തി അവളെ ചികിത്സിച്ചു. ഇടയ്ക്ക് വേദന സഹിക്കാതാകുമ്പോൾ അവൾ പറയായിരുന്നു, ഇരു വീട്ടുകാരുടെ ശാപം കൊണ്ടാകൂലേ എനിക്കിങ്ങനെ വന്നതെന്ന്. 3 വർഷം വേദന സഹിച്ച് അവൾ ഞങ്ങൾക്കൊപ്പം ജീവിച്ചു. പിന്നെ ഞങ്ങളെ തനിച്ചാക്കി അവൾ പോയി. പിന്നീട് അപ്പച്ചൻ വേറെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ലേ? ഇല്ല. കൂടെയുള്ളവരും ഈ നാട്ടുകാരെല്ലാം പറഞ്ഞ് മറ്റൊരു വിവാഹം കഴിക്കാൻ. പക്ഷേ അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനേ എനിക്ക് പറ്റില്ലായിരുന്നു കൊച്ചേ. അപ്പം ശരിക്കും ട്രൂ ലവ് തന്നെ. എന്നാലും ദൈവം എന്ത് ക്രൂരനാണല്ലേ. ഏതെല്ലാം വിധിയല്ലേ കൊച്ചേ. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ മരണസമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. മിത്രയുടെ മുടി ചീകി കൊടുത്തുകൊണ്ട് ഐസക്ക് പറഞ്ഞു. അപ്പച്ചാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ കൊച്ചേ. അപ്പച്ചൻ്റെ മകൻ തന്നെയല്ലേ ഇച്ചായൻ? പിന്നെന്താ ഇച്ചായൻ ഇങ്ങനെ ആയിപ്പോയത്? എന്നതാ കൊച്ചേ എൻ്റെ മോനൊരു കുഴപ്പം? ഇങ്ങനൊരു അപ്പച്ചൻ്റെ മോനാണെന്ന് പറയൂ. ഞാൻ എത്രയായി ഇങ്ങനെ പിറകം നടക്കുന്നു. എന്നിട്ട് വല്ല കുലുക്കമുണ്ടോ? എന്നെ കാണുമ്പോൾ തുടങ്ങും ആ മുഖം വെറുപ്പിച്ച് മസിലും വെറുപ്പിച്ച് നടക്കാൻ.
മിത്ര മുഖം വീർപ്പിച്ച് ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ ആക്ഷനും പറച്ചിലൊക്കെ കേട്ട് ഐസക് പൊട്ടിച്ചിരിച്ചു. എൻ്റെ കൊച്ചേ, ആവണി മരിക്കുമ്പോൾ അവന് 18 വയസ്സാ പ്രായം. അവളുടെ വേർപാട് കൊണ്ട് കുറേ കാലം ജോലിക്ക് പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വീട്ടിലേക്കുള്ള ചെലവെല്ലാം കൂടി, വീടും പറമ്പും ബാങ്കിൽ വെച്ചതിൻ്റെ അടവ് തെറ്റി, കടം കൂടി, ഒക്കെ കൂടിയായതും ജീവിതം താളം തെറ്റി തുടങ്ങിയതും ഡേവി ക്ലാസ്സിൽ പോക്ക് നിർത്തിവെച്ച് ചെറിയ ചെറിയ ജോലിക്ക് പോകും. അതിൻ്റെ ഇടയിൽ പഠനം അവൻ ഉപേക്ഷിച്ചിട്ടില്ല. കുറച്ച് കാണിച്ചത് ഞാനും തിരിച്ച് ജോലിക്ക് പോയെങ്കിലും എനിക്ക് കിട്ടുന്നതൊക്കെ ബാങ്കിൽ പലിശ അടക്കാനും മറ്റ് കടങ്ങൾ തീർക്കാനും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവസ്ഥ കണ്ട് അറിഞ്ഞ് എൻ്റെ കുഞ്ഞൊരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ അവൻ്റെ പ്രായം പോലും കണക്കിലാക്കാതെ അവനെ കൊണ്ട് പറ്റുന്ന പണിക്കെല്ലാം പോകും. അവൻ്റെ ആശയായിരുന്നു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് തന്നെ. ടൗണിൽ റെന്റിന് സ്ഥലം വാങ്ങി ലോൺ എടുത്ത് സൂപ്പർ മാർക്കറ്റും തുടങ്ങി. അന്നും വലിയ ലാഭം ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ ആവശ്യത്തിനുള്ള വരുമാനം ലഭിക്കാൻ തുടങ്ങി. സൂപ്പർ മാർക്കറ്റിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ച് അവൻ വീണ്ടും ജോലിക്ക് പോകും. ചുമട് കയറ്റാനും കോറികളിൽ കല്ല് പൊട്ടിക്കാനും വിറക് വെട്ടാനും അങ്ങനെ അവനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും. അതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ആയിട്ട് നല്ല മാർക്കോടെ ഡിഗ്രിയും PGയും എഴുതിയെടുത്തു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽപ്പെട്ട ആ മോളെ അവനിങ്ങനെ ആയിപ്പോയത്. അത് കരുതി അവനാരോടും സ്നേഹമില്ലെന്ന് കുറിച്ച് കരുതരുത്. അവന് സ്നേഹം അമിതമായി പ്രകടിക്കാനൊന്നും അറിയില്ല. ഐസക് പറഞ്ഞത് കേട്ട് അവൾക്ക് ഡെവിയോ ആലോചിച്ച് പാവം തോന്നി. ഒപ്പം അവനോടുള്ള അവളുടെ ഉള്ളിലെ സ്നേഹം 10 മടങ്ങ് വർദ്ധിക്കും പോലെ. ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ താനൊക്കെ എത്ര സുഖസുന്ദരമായി ജീവിച്ചതാണ്. ഒരു സാധനത്തിന് വാശി പിടിക്കേണ്ടി വന്നിട്ടില്ല. ചോദിക്കേണ്ട താമസം അപ്പയും ഏട്ടന്മാരും കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് തരും. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും തനിക്കോ കുടുംബത്തിനോ ഇതുവരെ അറിയേണ്ടി വന്നിട്ടില്ല. മിത്രയുടെ ചിന്തകൾ പല വഴിക്ക് ഉഴറിക്കൊണ്ടിരുന്നു. ഐസക് മുടി വൃത്തിയിൽ ചീകി മടഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് മുറ്റത്തൊരു ബൈക്ക് വന്നു നിന്നത്. ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് മിത്ര ആലോചനയിൽ പുറത്തു വന്നത്. ബൈക്കിൽ നിന്ന് പറഞ്ഞ ദിയേയും ധ്യാനെയും കണ്ടതും ഉമ്മറപ്പടിയിൽ ഇരുന്ന മിത്രയും ഐസക് ചിരിയോടെ എഴുന്നേറ്റു. എന്താന്ന് വരാത്തെന്ന് കരുതിയിട്ടേ ഉള്ളൂ. കയറി വരുന്ന ഇരുവരെയും നോക്കി ഐസക് പറഞ്ഞു. ഈ പെണ്ണിന് റെഡിയായി വരാൻ തന്നെ വേണം മണിക്കൂറുകൾ. അകത്തേക്ക് കയറുന്നതിനിടയിൽ ധ്യാൻ ദിയയെ നോക്കിക്കൊണ്ട് ഐസക്കിനോട് പറഞ്ഞതും ധ്യാൻ പറഞ്ഞത് കേട്ട് ചുണ്ടുകൂട്ടി. എങ്ങനെയുണ്ട് മിത്ര, ഇപ്പോൾ വേദനയുണ്ടോ? ഇല്ല സാർ, കുറവുണ്ട്. ധ്യാന്റെ ചോദ്യം കേട്ടതും പുഞ്ചിരിയോടെ പറഞ്ഞു. എൻ്റെ കൊച്ചെ, വീട്ടിൽ ഈ സാറുവിളി വേണോ? കേട്ട് മടുത്തു. മിത്രക്കായിട്ട് വാങ്ങിയ സാധനത്തിന്റെ കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ധ്യാൻ പറഞ്ഞു. എന്നാ ഞാൻ ഏട്ടാ വിളിക്കാം. തേറിയല്ലാത്ത എന്തും നീ വിളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മിത്രയ്ക്ക് ആരായിട്ട് പറഞ്ഞത് കേട്ട് ധ്യാൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. അല്ല, ദേവിയും മറ്റവന്മാരെന്തേ? അവരൊക്കെ അടുക്കളയിലുണ്ട കൊച്ചനെ. ഐസക് പറഞ്ഞത് കേട്ട് ധ്യാൻ കയ്യിലുള്ള ബീഫിന്റെയും മട്ടന്റെയും കവറുകളുമായി കിച്ചണിലേക്ക് പോയി. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഉള്ളിലേക്ക് വാദിയ. സീറ്റോട്ടിൽ മടിച്ചു നിൽക്കുന്ന ദിയയെ നോക്കി ചിരിയോടെ മിത്ര പറഞ്ഞതും അവളെയും കൊണ്ട് ഉള്ളിലേക്ക് നടന്നു. ആദ്യത്തെ നാണം മാറിയതും ദിയ മിത്രയോടും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. മിത്രയും കുഞ്ഞുട്ടും ദിയയും ഒഴികെ എല്ലാവരും കിച്ചണിൽ കയറിയതും മൂവരും കൂടി ഫോണിലൂടെ ലുഡോ കളിച്ചിരുന്നു. അതേ കൊച്ചുങ്ങളെ, മതി കളിച്ചത്, വന്നേ ഭക്ഷണം കഴിക്കാം. ഡൈനിങ് ടേബിളിൽ കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് വിളിച്ചതും മൂവരും ഫോണ് മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. മിത്രയ്ക്ക് കൈവയ്യാത്തതുകൊണ്ട് ഐസക് തന്നെയായിരുന്നു അന്നും അവൾക്ക് വാരിക്കൊടുത്തത്. മിത്രയ്ക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കുറുമയും പനിനീർ തോരനും മെഴുക്ക് പുരട്ടിയും എന്നുവേണ്ട എല്ലാം അവർ ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് മിത്രയുടെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ രാധു ഒന്ന് തെളിഞ്ഞത് കണ്ടതും മിത്ര വേഗം കോൾ എടുത്തു. ഹലോ, പറയടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ കാര്യം എന്തായി? കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രതയിൽ മിത്ര ആവേശത്തോടെ ചോദിച്ചു. ആണോ? കൺഗ്രാജുലേഷൻ ഡിയർ. ഇത്രയും പെട്ടെന്നോ? ശരിയടി. ആരാ കൊച്ചെ വിളിച്ചത്? ഫോൺ വെച്ച് കഴിഞ്ഞതും മിത്രയ്ക്ക് നേരെ ഉള്ള നീട്ടിക്കൊണ്ട് ഐസക് ചോദിച്ചു. രാധു അവച്ച, അവളുടെ കല്യാണം ഉറപ്പിച്ചു, 3 മാസേ ഉള്ളൂ. ഐസക്കിനോടായി പറഞ്ഞ മിത്ര ധ്യാനം ഒന്ന് ഒളിക്കണ്ടിട്ട് നോക്കി. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിനെ കണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആണോ? എന്നിട്ട് എന്താ പെട്ടെന്ന് വെച്ചത്? അവളുടെ വീട്ടിൽ റിലേറ്റീവ്സ് ഉള്ളത് കൊണ്ട് ആകെ ബഹള, അതുകൊണ്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് മിത്രയുടെ കണ്ണുകൾ ഡെവിയിൽ പാറി വീണുകൊണ്ടിരുന്നു. ദിയോട് ഓരോന്ന് ചിരിയോട് സംസാരിക്കുന്ന ഡെവിയെ കണ്ടപ്പോൾ മിത്രയുടെ മുഖം വീർത്തു. അതൊരിക്കലും ദിയോട് സംസാരിക്കുന്ന കുശുമ്പല്ല.
മറിച്ച് തന്നോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അകലമിട്ട് പെരുമാറുന്നെന്ന് ആലോചിച്ചായിരുന്നു. രാത്രിയുള്ള ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നിട്ടായിരുന്നു ധ്യാനും ദിയയും കൂടെ പോയത്. റൂമിലെത്തിയ മിത്രയ്ക്ക് ഡേവിഡിന് തന്നോടുള്ള പെരുമാറ്റം ആലോചിക്കുന്ന ഒരു ദേഷ്യം വന്നു. ഡേവിഡ് തന്റെ റൂമിൽ പോകുമ്പോഴാണ് മിത്രയുടെ റൂമിൽ ലൈറ്റ് ഇട്ട് വെച്ചത് കണ്ടത്. ദേവാ, തെല്ലൊരു സംശയത്തോടെ ഡേവിഡ് മിത്രയുടെ റൂമിൽ ഡോർ തുറന്ന് നോക്കിയതും ജനാലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മിത്രയാണ് കണ്ടത്. എന്താ? ഡേവിഡിന്റെ വിളി കേട്ട് വീർത്ത മുഖത്തോടെ മിത്ര ചോദിച്ചു. മരുന്ന് കഴിച്ചു നീ? മിത്രയുടെ പരിഭവം കൊണ്ട് വീർത്ത മുഖം കണ്ട് ഡേവിഡ് ഒന്ന് അമ്പരന്നുവെങ്കിലും അമ്പരപ്പുള്ളിൽപ്പിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഇല്ല. അതെന്താ നീ കഴിക്കാത്തത്? എന്ന് ഓർമ്മിച്ചിട്ട് വേണോ? നീ ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ, എന്ത് കഴിച്ചൂടെ? ഡേവിഡ് ഇത്തിരി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു. എന്നാ ഇത് കഴിക്ക്. ഡേവിഡ് ടേബിളിലിരിക്കുന്ന ബോക്സിൽ നിന്നും മരുന്നെടുത്ത് മിത്രക്ക് നേരം നീട്ടി. എനിക്ക് വേണ്ട. അതെന്താ? മര്യാദയ്ക്ക് കഴിക്കടി. മിത്ര മടിയോടെ പറഞ്ഞത് കേട്ട് ഡേവിഡ് ശബ്ദം കളിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി മരുന്ന് വാങ്ങി വായിലിട്ട് വെള്ളവും കുടിച്ച് ഡേവിഡിന്റെ കയ്യിലേക്ക് ഗ്ലാസ് തിരികെ വെച്ച് കൊടുത്ത് അവനെ നോക്കി മുഖം വീർപ്പിച്ച് ബെഡിൽ കയറി തലവഴി പുതപ്പിട്ട് കിടന്നു. ഇവൾക്ക് എന്തു പറ്റി? മിത്രയുടെ മുഖഭാവം ശ്രദ്ധിച്ച് മനസ്സിൽ സ്വയം പറഞ്ഞ് മിത്രയെ ഒന്നുകൂടെ നോക്കി ലൈറ്റ് അണിച്ച് ഡോറ് ചാരി അവൻ റൂമിലേക്ക് നടന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. മിത്രയാണെങ്കിൽ ഇപ്പോൾ ഡേവിഡിന്റെ കണ്ണൽ മുഖം വീർപ്പിച്ച് മാറി നടക്കും. അവനെന്തെങ്കിലും ചോദിച്ചാൽ മുക്കിയും മൂളിയും രണ്ടു വാക്കിൽ ഉത്തരം നൽകും, അത്ര തന്നെ. ഡാനിക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് പകൽ വീട്ടിൽ മിത്രക്ക് കൂടുതൽ ഡാനി ഉള്ളത് കൊണ്ട് തന്നെ ഡേവിഡ് കോളേജിൽ പോകാൻ തുടങ്ങിയിരുന്നു. ഡേവിഡിന് അവളുടെ ആ മാറ്റം അതിശയമായിരുന്നു. കാരണം എന്തെങ്കിലും കാരണമുണ്ടാക്കി ചായ എന്ന് വിളിച്ച് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് മിണ്ടുന്നവളായിരുന്നു. എന്തോ അവളുടെ ആ മൗനം ഡേവിഡിനെ വീർപ്പുമുട്ടിക്കും പോലെ തോന്നി.